പരാതി നൽകിയ ജോളി മധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും മുമ്പ് എഴുതിയ കത്ത് പുറത്ത്. തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു എന്ന് കത്തിൽ പരാമർശമുണ്ട്. കയർ ബോർഡ് ചെയർമാനോട് സംസാരിക്കാൻ ഭയമാണെന്നും ജോളി മധുവിന്റെ കത്തിൽ പരാമർശം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ മരണത്തിന് മുമ്പ് അവർ ഉയർത്തിയത് ഗുരുതര സ്വഭാവമുള്ള പരാതിയായിരുന്നു. നേരത്തെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഈ കത്ത് കൂടി പുറത്തു വരുമ്പോൾ അതിന്റെ ഉള്ളടക്കം എന്താണ് വിഷ്ണു? കൂടുതൽ വ്യക്തമാകുകയാണ്. കയർ ബോർഡിൽ ജോളി മധുവിന് അതിഗുരുതരമായ മാനസിക പീഡനവും തൊഴിൽ പീഡനവും നേരിട്ടു എന്ന് അതിന്റെ നേർചിത്രമാണ് ഈ കത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ജോളി തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്താണ്. ഈ കത്തെഴുതി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെറിബ്രൽ ഹെമറേജ് എന്ന രോഗം ബാധിച്ച് കഴിഞ്ഞ ദിവസം ചികിത്സയിലായിരുന്നു ജോളി. ഏറെ ദിവസം ആശുപത്രിയിൽ കിടന്നാണ് പിന്നീട് മരണം സ്ഥിരീകരിച്ചത്. ഇന്നാണ് സംസ്കാരം നടക്കുക. കയർ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് MSME ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. ജോളിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് നിലവിൽ? അല്ല, പോലീസിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്ക് ഇന്നലെ ഫാമിലിയുടെ ഭാഗമായിട്ട് ഒരു കംപ്ലൈന്റ് അയച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ DGPയെയും സിറ്റി പോലീസ് കമ്മീഷണറെയും കോപ്പി ചെയ്തിരുന്നു. അപ്പോൾ അതിന് എന്ത് റെസ്പോൺസ് കിട്ടിയെന്ന് എനിക്ക് പരാതിയിൽ പറഞ്ഞിരിക്കുന്നു. പരാതി പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 4 വ്യക്തികൾ അതിനകത്ത് ഒരു ഹറാസ്മെന്റിന്റെ ഒരു കോക്കസ് ആണ്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റ് ശക്തമായ നടപടി ഉണ്ടാകണം. നമ്മളൊരു സ്വാഭാവിക മരണമായിട്ട് എഴുതി തള്ളാവുന്നൊന്നല്ലല്ലോ. ഇതൊരു ഡ്രിവൺ ടു ഡെത്ത് എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അതിൽ എങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാം, അതിനകത്തുള്ള ആ ഒരു ക്രിമിനൽ ആംഗിൾ എന്താണ്, നെഗ്ലിജൻസ് ആംഗിൾ എന്താണ്, ഒരു വർക്ക് പ്ലേസിലുള്ള ഹറാസ്മെന്റിന്റെ ആംഗിൾ എന്താണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ആ ഒരു വിക്ടിമൈസേഷൻ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ആ ആംഗിളെല്ലാം പരിശോധിക്കണം. അപ്പം ജോളിയുടെ അവസാനമായിട്ട് എഴുതിക്കുന്ന നോട്ട് തന്നെ അതിനൊരു നല്ലൊരു ഉദാഹരണമാണ്. കാരണം ഏതൊരു സാഹചര്യത്തിലാണ് അവർക്ക് ആ ഒരു സെറിബ്രൽ സ്ട്രോക്ക് ഉണ്ടാകുകയും ഹീമറേജ് ഉണ്ടാകുകയും ചെയ്തെന്നുള്ളത് വളരെ വ്യക്തമാകുന്നത്. കാരണം ഒരു വ്യക്തിയെ എന്തുമാത്രം ഏത് രീതിയിൽ ഒരു ജീവിതത്തെ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിക്കാം എന്നൊരു ശ്രമത്തിന്റെ ഒരു ഫലമായിട്ടാണ് നടന്നത്. അതാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ ഒരു അന്വേഷണം വേണം. പോലീസിനും DGPക്കും അതോടൊപ്പം ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് കയർ ബോർഡിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CITUവിന്റെ മാർച്ച് നടക്കുന്നുണ്ട്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ